നിങ്ങളെ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്തോ ചെയ്യും. അതിന് ഏത് ലെവൽ വരും. അതിനുവേണ്ടി നമ്മൾ എല്ലാ വൃത്തിയായിട്ട കളിയും കളി. ഞാൻ എന്റെ ജോലിയിലേക്ക് കിടക്കട്ടെ. Let us start, Maggie. Let us start, Maggie. Anyway, I have got a happy news for you. പുലിവാല് വരുന്നുണ്ട്. എന്റെ വീട്ടിലേക്ക് എന്നെ തേടി വന്ന സന്തോഷ് വർക്കി ഇവിടെ ഉണ്ട്. അല്ലെങ്കിലും കാലന് വഴി തെറ്റില്ലടാ. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. ഈ വീഡിയോ എടുക്കുന്ന മുമ്പ് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. നീ ഈ വേഷത്തിൽ ഇവിടെ കയറി പറ്റിയോ? ഫസ്റ്റ് സന്തോഷ്, ഒരു നടനെ കുറിച്ച് സംസാരിക്കാം. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഒരു പടത്തിന്റെ റിവ്യൂ കുറിച്ച് സംസാരിക്കാം. ഒരു നടന്റെ പേഴ്സണൽ ലൈഫെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായി. ഇത് ഓപ്പൺ ആയിട്ട് പറയാൻ ലാലേട്ടനെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചു. തെറ്റാണോ ഇല്ലയോ? തെറ്റാണോ? എന്റെ ഏട്ടൻ മാന്യനായതുകൊണ്ട് ഒക്കെ ക്ഷമിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അന്നേ പറഞ്ഞു ലാലേട്ടന്റെ ഫാൻസ് പ്രതികരിക്കും. മാപ്പ് പറ. കാര്യമായിട്ടാണ് പറഞ്ഞത്, തമാശക്കാണ്? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. മാപ്പ് പറ. ഒന്നുകൂടി പറഞ്ഞേ. സന്തോഷം, വളരെ സന്തോഷം. ഫസ്റ്റ് ആർക്കാ മാപ്പ് പറയേണ്ടത്? അവരുടെ വൈഫ് ചേച്ചിക്ക്. ഒന്ന് പോടാ. നിന്നെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. അച്ചോ ആ കാര്യം ചോദിക്കച്ചോ. ആ കാര്യം ചോദിക്കച്ചോ. വലിയ ഒരു മോശമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്തു. ബോഡി ഷേമിങ്. പക്ഷെ നിങ്ങളുടെ വാക്കുകൾ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്. ബോഡി ഷേമിങ് ചെയ്തോ ഇല്ലയോ ഒരു നടിയെ കുറിച്ച്? ഫ്ലാഷ് ബാക്ക്. ആർട്ട് ആൻഡ് സെക്സി ഞാൻ പറഞ്ഞല്ലോ. ഓരോ ഇനാഗ്രേഷന് ഓരോ രീതിയിലാണ് വരുന്നത്. ഓരോ ഇനാഗ്രേഷന് ഓരോ കുണ്ടിയാണ്, കുണ്ടിക്ക് ഓരോ പാഡാണ്. അല്ലെങ്കിൽ അവരുടെ കുണ്ടി സൂപ്പർ കുണ്ടിയാണ്. ഇത് ബോഡി ഷേമിംഗ് ആണ്. ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. സൈക്കാട്രിയിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ഡ്യുവൽ പേഴ്സണാലിറ്റി, അവരുടെ വ്യക്തിത്വം, ദ്വന്ദ്വ വ്യക്തിത്വം. എന്തുകൊണ്ട് താൻ നേരത്തെ പറഞ്ഞില്ല? ഇപ്പോഴല്ലേ ചോദിച്ചത്. തക്ക സമയത്ത് മറുകണ്ഠം ചാടിയ നിന്നെ എങ്ങനെ ഞങ്ങൾ നമ്പും? നമ്പാനുള്ള സാധനവുമായിട്ടാണ് എന്റെ വരവ്. മാപ്പ് പറ. ഞാനതെങ്ങനെ പറയും? എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാൽ മതി. ലാൽ സാറിനോടും ചിത്ര ചേച്ചിയോടും പിന്നെ ലാൽ സാറിന്റെ ഫാൻസിനോടും പിന്നെ ബോഡി ഷേവിംഗ് ചെയ്ത ആ നടിയോടും മാപ്പ് പറയും. ഇന്നായിരുന്നു ചത്തിട്ട് റീത്ത് വെച്ചോലുണ്ടായിരുന്നു. ഇനി മേലാൽ നടനോ ഒരു നടിയുടെ ബോഡി പാർട്ട്സെ കുറിച്ചോ സംസാരിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. മനസ്സിലായോടാ കുതിരക്കണാരാ? ലാലേട്ടന്റെ ഫാൻസ് പ്രതികരിക്കും. ചുമ്മാ വിടുവോ? നിങ്ങൾ തിയേറ്ററിൽ വെച്ച് അടിച്ചല്ലേ? ഒരു നടന്റെ പേഴ്സണൽ കാര്യം കുറിച്ചോ സംസാരിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. ചുരുക്കി പറഞ്ഞാൽ ഇവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. തല്ലുകൊള്ളാതെ ജീവിച്ചു പോണെങ്കിൽ നീ ഇനി അധികം പുറത്തിറങ്ങണ്ട. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോരെന്ന് പറയണം. മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. പറ്റിപ്പോയി. വിട്ടോടാ ഇപ്പൊ തന്നെ. ഇനി തലസ്ഥാനത്തെങ്ങും കണ്ടുപോകരുത്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. ഞാൻ പോകുന്നു. ബൈ ബൈ.